ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഉഴുന്ന് പരിപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊന്നും ചെയ്യാണ്ട് ഡ്രൈ ഫ്രൈ ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ കടലപ്പരിപ്പും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അരിയാണ്. നമ്മൾ ചോറ് വയ്ക്കുന്ന അരി എടുക്കാം. അതും ഒരു 1/4 കപ്പ് അളവിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ടൊരു അല്പം കായം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്ത അരിയും കൂടെ മാറ്റിയതിന് ശേഷം കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡി. ഈ ഒരു പൗഡർ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം കേടാവാതിരിക്കും. നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ തന്നെ ഈ ഒരു പൊടിയിൽ ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യണേ.